കേരള സർക്കാരിന്റെ കീഴിൽ സ്ഥിര നിയമനം ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പുതിയ റിക്രൂട്ട്മെന്റ് ഇപ്പോൾ ഓൺലൈനായിട്ട് ക്ഷണിച്ചിട്ടുണ്ട്. ഇനി പറയാൻ പോകുന്ന യോഗ്യതയുള്ള സുഹൃത്തുക്കളെ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്യുക. ഇതിനെല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കത്തില്ല, കാരണം ഇതൊരു സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ആണ്. പക്ഷേ കേരള ഗവൺമെന്റിന്റെ കീഴിൽ സ്ഥിര നിയമനമാണ്. അതുകൊണ്ട് യോഗ്യതയുള്ള നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് വളരെ പെട്ടെന്ന് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക. നമുക്ക് വന്നിട്ടുള്ള റിക്രൂട്ട്മെന്റിന്റെ കംപ്ലീറ്റ് വിവരങ്ങൾ എന്താണെന്ന് നോക്കാം. അപ്പോൾ കേരള സർക്കാരിന്റെ കീഴിൽ ഒരു സ്ഥിര നിയമനം ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കാണ് പുതിയ റിക്രൂട്ട്മെന്റ് ഇപ്പോൾ ഓൺലൈനായിട്ട് ക്ഷണിച്ചിട്ടുള്ളത്. 1/4/2024 ഗസറ്റഡിൽ ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതിയായിട്ട് പറഞ്ഞിട്ടുള്ളത് 2/5/2024 വരെ നിങ്ങൾക്ക് ഇതിന് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. അപേക്ഷിക്കേണ്ട കാറ്റഗറി നമ്പർ 052/2024 ആണ്. 052/2024 എന്നുള്ള കാറ്റഗറി നമ്പറിലൂടെ കേരള PSCന്റെ വെബ്സൈറ്റിൽ നിങ്ങൾ വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തവരാണെങ്കിൽ ഇനി പറയാൻ പോകുന്ന യോഗ്യത ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ കേരള ആഗ്രോ മിഷനറി കോർപ്പറേഷൻ ലിമിറ്റഡിലേക്കാണ് പുതിയ റിക്രൂട്ട്മെന്റ് ഇപ്പോൾ ഓവർസിയർ സിവിലിലേക്ക് ഇപ്പോൾ ക്ഷണിച്ചിട്ടുള്ളത്. ഇതൊരു സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഏകദേശം 50,560 രൂപ വരെയൊക്കെ ശമ്പളം ലഭിക്കുന്ന ഒരു പോസ്റ്റാണിത്. നമ്പർ ഓഫ് വേക്കൻസി നോക്കുകയാണെങ്കിൽ ഷെഡ്യൂൾഡ് കാസ്റ്റിന് ഒരു ഒഴിവാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. മെത്തേഡ് ഓഫ് അപ്പോയിൻമെന്റ് നോക്കുകയാണെങ്കിൽ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്, എല്ലാവർക്കും അപേക്ഷിക്കാം. പക്ഷേ ഒരു സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ആയതുകൊണ്ട് ST കമ്മ്യൂണിറ്റി, അതായത് ഷെഡ്യൂൾഡ് കാസ്റ്റിലുള്ളവർക്ക്, SC കമ്മ്യൂണിറ്റിയാണ്, ഷെഡ്യൂൾഡ് കാസ്റ്റിലുള്ളവർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ സാധിക്കത്തുള്ളൂ എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. പിന്നെ ഏജ് ലിമിറ്റ് 18 to 41 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം. 2/1/1983 1/1/2006 ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാം. അപേക്ഷിക്കാനുള്ള വിദ്യാഭ്യാസ യോഗ്യത 10ാം ക്ലാസ് ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ കൂടെ ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ 2 ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപേക്ഷിക്കാം. പിന്നെ അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള യോഗ്യത നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ മാക്സിമം ഈ പറഞ്ഞ യോഗ്യതയുള്ള SC വിഭാഗത്തിൽപ്പെടുന്ന സുഹൃത്തുക്കളെ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്യുക. അതുപോലെ കൃത്യമായിട്ടുള്ള അപ്ഡേറ്റുകൾ ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെലൈക്കൺ ഓളിലാണെന്നും കൂടി ഉറപ്പുവരുത്തുക.